ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന സാധാരണ വീട്ടിലുള്ള പച്ചരിയും കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട ചേർക്കാതെ മുട്ടാപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കഴിച്ചവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐറ്റവും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ടാപ്പം ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം പച്ചരിയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സ്ഥിരമായിട്ടുള്ളൊരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട്. എൻ്റെതിപ്പോൾ 250 ml 1 കപ്പ് അളവിലാണ്. നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം 3-5 മണിക്കൂർ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചതാണ് ഇത്. ഇനിയിപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഞാൻ വെള്ളം കളഞ്ഞതിന് ശേഷം ഒട്ടും തന്നെ വെള്ളമില്ലാതെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചോറാണ്. അപ്പോൾ നമ്മൾ ഏതിലാണോ പച്ചരി അളന്നിട്ടുള്ള ആ സെയിം അളവ് തന്നെ എടുക്കുക. അപ്പോൾ 1 കപ്പ് അളവിൽ ചോറ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏതരിയുടെ ചോറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീട്ടിൽ ഏതാണോ വെക്കുന്നത് അതെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടാപ്പം എന്ന് പറയുന്ന പലരും പറയുന്ന കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും നന്നായിട്ട് കിട്ടുന്നില്ല, ശരിയാവില്ല എന്നാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെഷർമെൻ്റ് ആണ് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് 3 ചേർത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ തരികളില്ലാതെ നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാന്ന് പറയില്ല, അതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് വരിക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് മാവ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഓവർ ലൂസാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ടാപ്പം ചുട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതിനെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 7-8 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ നിങ്ങൾ രാവിലെ ചുട്ടെടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രാത്രി അരച്ച് വെച്ചാലും മതി അങ്ങനെ ചെയ്തത്. കാരണം അത്യാവശ്യം ആ ഒരു റെസ്റ്റിംഗ് ടൈം തന്നെ കിട്ടണമെങ്കിൽ ഇത് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു 8 മണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ മാത്രം ചുട്ടെടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ഒരു 8 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ രാത്രി ഉറങ്ങുന്നതിന് മുന്നേനും കേട്ടോ മാവ് അരച്ച് വെച്ചത് ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾ കണ്ടില്ലേ മാവിൻ്റെ പരിവെന്ന് പറയുന്നത് ഭയങ്കര ടൈറ്റ് ആയില്ല. നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ ചുട്ടെടുക്കാനുള്ള മാവ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ടൈറ്റ് വേണ്ട കേട്ടോ. കുറച്ചൊന്ന് ലൂസാക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഉഴുന്ന് ദോശയ്ക്കൊക്കെ അരച്ചെടുക്കുന്ന മാവില്ലേ, ഇഡ്ഡലി മാവിനെ തന്നെ കുറച്ചൊന്ന് ലൂസാക്കുമല്ലോ, ആ ഒരു രീതിക്കാണ് വേണ്ടത്. അപ്പോൾ അതാണ് കറക്റ്റ് ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്ന ഓരോരോ അരിക്കും ഓരോരോ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം അളവ് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. അത് 1/4 ടീസ്പൂൺ മതി കേട്ടോ, ഓവർ ആവണ്ട. എന്നിട്ട് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഡയറക്റ്റ് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടാപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ വെച്ച് എടുത്തിട്ട് ഓരോ കുഴിയിൽ ഒരു 1/4 ഭാഗത്തോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ എണ്ണ നല്ല ചൂടായി വരട്ടെ. അതുപോലെ തന്നെ എൻ്റെതിപ്പോൾ കുഴി കുറവുള്ള പാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നല്ല വലുപ്പമുള്ള കുഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുഴിയുള്ള പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം മുട്ടാപ്പം കുറച്ചൊരു വലുപ്പത്തിലായിട്ട് ഉണ്ടാകുക, നല്ല ഭംഗിയാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ടേസ്റ്റിനെ ബാധിക്കുന്ന കേസൊന്നുമല്ല, ഏതാണോ ഉള്ളത് വെച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് മാവ് ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാവ് ഇതുപോലെ ഒഴിക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ഉറ്റിക്കളിക്കില്ല കേട്ടോ. എല്ലാം ഡയറക്റ്റ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ബിഗിനേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പായിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണയ്ക്ക് നല്ല ചൂട് വേണം കേട്ടോ. എന്നിട്ടേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ കുഴിയിലും ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുക്കുക കേട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട, വേഗം റെഡിയാകും. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഏതാണോ നമ്മൾ ഒഴിച്ചു കൊടുത്തത് അത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ലാസ്റ്റ് ഒഴിച്ചതിന് ലാസ്റ്റ് വന്നാൽ മതി കേട്ടോ. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. 2 സൈഡും ഈ ഒരു കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി എടുക്കുക. ഈസിയാണ്, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ ഇതാ എൻ്റെ ഒരു സൈഡ് റെഡി ആയതിനു ശേഷം ഞാൻ തിരിച്ചിട്ടോട്ട് ഇനി ആ ഒരു സൈഡ് ഈ ഒരു കളറാകുമ്പോൾ പെട്ടെന്ന് എണ്ണയിൽ നിന്ന് കോരി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടാപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിൽ തന്നെ എടുക്കുക കേട്ടോ. ഓവർ ബ്രൗൺ ആവാൻ വേണ്ടി നിൽക്കണ്ട.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. ചെറിയൊരു ഓയിലാണ്, ഉടനെ തന്നെ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക. പക്ഷേ ടേസ്റ്റ് ഒരു 1.5 ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലോ ഡിന്നറിൻ്റെ ടൈമിലൊക്കെ കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബീഫ് വരട്ടിയത്, ചിക്കൻ വരട്ടിയത്, അതുപോലെ തന്നെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും കേട്ടോ, വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്ത് കാണിച്ചത് കണ്ടില്ല, അത്രമാത്രം സോഫ്റ്റ് ആയിട്ട് ലൈറ്റാണ്, ഉള്ളൊക്കെ കണ്ടില്ല, നല്ല ഭംഗിയിൽ നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കമൻറ്റ് ഇടാൻ ഭയങ്കര മടി കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, വീഡിയോനെ കുറിച്ചിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യും. അപ്പോൾ വേറെ എന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്